നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ചന്ദിരൂർ 1414 നമ്പർ NSS കരയോഗം വക ശ്രീ പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ പുതിയ ഊട്ടുപുര സമർപ്പണം ഏപ്രിൽ 21 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. സുപ്രസിദ്ധ ഗാന രചയിതാവ് രാജീവ് ആലുങ്കലാണ് ഊട്ടുപുര സമർപ്പണം നടത്തുന്നത്. ഈ ആണ്ടത്തെ ഉത്സവം ഏപ്രിൽ 28 മുതൽ 30 വരെയാണ്. വാർത്തകൾ വിശദമായി. ചന്ദിരൂർ 1411 നമ്പർ NSS കരയോഗം വക പള്ളിയിൽ ശ്രീ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ പണികഴിപ്പിച്ച പുതിയ ഊട്ടുപുരയുടെ സമർപ്പണം 2024 ഏപ്രിൽ 21 ഞായർ രാവിലെ 10 മണിക്ക് നടക്കും. ഊട്ടുപുര സമർപ്പണം നടത്തുന്നത് സുപ്രസിദ്ധ ചലച്ചിത്ര ഗാനരചയിതാവ് ശ്രീ രാജീവ് ആലുങ്കലാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാശാംകുടത്തുമ്മന നാരായണ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി രാജേന്ദ്രൻ എമ്പ്രാന്തിരിയുടെയും മഹനീയ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ തിരുവുത്സവം ഏപ്രിൽ 28 തുടങ്ങി ഏപ്രിൽ 30 അവസാനിക്കും. ഇത് സംബന്ധിച്ച പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. മെയ് മാസം ഏപ്രിൽ മാസം 28, 29, 30 തീയതികളിലായി പൂർവാധികം ഭംഗിയായി കൊണ്ടാടുകയാണ്. മുൻകാലങ്ങളിൽ വിപരീതമായി എന്തുകൊണ്ട് ഇങ്ങനെയൊരു എല്ലാവരും വിളിച്ചു ചേർത്ത് അറിയിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 6 വർഷങ്ങളായി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയാകുകയാണ്. ആ പൂർത്തിയായതിനു ശേഷം കഴിഞ്ഞ വർഷം നമ്മൾ നവീകരണ കലശവും രജിസ്റ്ററും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഉത്സവം എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ കൊണ്ടാടുവാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും വളരെ ചിരകാല അഭിലാഷം എന്ന് പറയാവുന്ന രീതിയിൽ തന്നെയുള്ള ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഒരു ഓഡിറ്റോറിയം, അത് ഊട്ടുപുര എന്ന രീതിയിൽ നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച ഏപ്രിൽ മാസം 21 തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗാനരചയിതാവ് ശ്രീ രാജീവ് ആലുങ്കൽ അവർ സമർപ്പണം നടത്തുകയാണ്. ആ തദവസരത്തിൽ നമ്മളോടൊപ്പമുള്ളത് നമ്മുടെ ക്ഷേത്രത്തിന്റെ തന്ത്രി ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരി അവர்களுം ക്ഷേത്രം മേൽശാന്തി ശ്രീ രാജേന്ദ്രൻ എമ്പ്രാന്തിരി അവர்களுം മഹനീയ സാന്നിധ്യത്തിൽ നമ്മളോടൊപ്പമുണ്ട്. കുട്ടികളെ രീതിയിൽ നമുക്കറിയാൻ കഴിയും, ഇവിടെയുള്ള ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഭക്തരായ മുഴുവൻ ആൾക്കാരും നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ 2024 കൊല്ലവർഷം 1299 ആണ്ടത്തെ ഒരു ഉത്സവം വളരെ ഭംഗിയായ രീതിയിൽ നടത്താനാണ് ഉത്സവ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. പ്രസാദൂട്ട്, ചാക്യാർകൂത്ത്, കൈകൊട്ടിക്കളി, ചെണ്ടമേളം, എണ്ണക്കാഴ്ച എന്നിങ്ങനെ വിവിധ പരിപാടികളാണ്. ഏപ്രിൽ 28 മുതൽ 30 വരെ നടക്കുന്ന ഉത്സവ നാളുകളിൽ ചാക്യാർകൂത്ത്, കൈകൊട്ടിക്കളി, വർണ്ണക്കാഴ്ചകൾ, ചെണ്ടമേളം എന്നിവ ഒരുക്കിയിരിക്കുന്നു. ഏപ്രിൽ 30 നടക്കുന്ന പകൽപൂരത്തിൽ തുറവൂർ ശിവരാമനാൻ പാർട്ടിയുടെ സ്പെഷ്യൽ ചെണ്ടമേളമാണ് മുഖ്യ ആകർഷണം. എല്ലാ ദിവസവും പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കുന്നതാണ്. 1 കോടി രൂപയോളം 1 കോടി രൂപയ്ക്ക് മേൽ ചെലവഴിച്ചാണ് നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രം ഊട്ടുപുരയുടെയും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ചെലവിലേക്ക് ഏകദേശം 1 കോടി രൂപയോളം മുടക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. അതിന്റെ പുരാണത്തെക്കുറിച്ച് നമുക്കൊന്നും അറിവില്ല. കാരണം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും 100 വയസ്സുള്ള ആൾക്കാർക്ക് പോലും അവരുടെ ഓർമ്മയെ പോലും ഈ ക്ഷേത്രം ഇങ്ങനെ. ക്ഷേത്രത്തിൻ്റെ പഴക്കത്തിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിലും വടക്കോട്ട് ദർശനമുള്ള ഭദ്രകാളിയുടെ ചൈതന്യമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KP രൂപേഷ് കുമാർ അറിയിച്ചു. കാലഘട്ടത്തിൽ പോലും പറഞ്ഞിരുന്ന ഇതുപോലെ തന്നെ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനുശേഷം നമ്മൾ വളരെ ജീർണാവസ്ഥയിലായിരുന്നു ക്ഷേത്രം. ഒരു പുനരുദ്ധാരണം 6 വർഷത്തിന് മുമ്പ് നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നമനുസരിച്ച് ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മഹാവിഷ്ണുവിന്റെയും ശിവന്റെയും പുതിയ ശ്രീകോവിലുകളും ചുറ്റമ്പലവും കൊടിമരവും ബലിക്കൽപുരിയും അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇനിയും നടക്കാനുണ്ട്. ഊട്ടുപുര സമർപ്പണ ദിവസവും ഉത്സവ ദിവസങ്ങളിലും ഭക്തജനങ്ങളെ സാദരം ക്ഷണിക്കുകയാണ് ക്ഷേത്ര ഭാരവാഹികൾ. ഇതു സംബന്ധിച്ച പത്രസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് KP രൂപേഷ് കുമാർ, സെക്രട്ടറി PP ശശിധരൻ നായർ, ഖജാൻജി VS പ്രശാന്ത്, ജോയിന്റ് സെക്രട്ടറി LB അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി
LS അശോക് കുമാർ. നന്ദി.